എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗരിമോളുടെ അടുത്ത് തന്നെ ഗൗതം ഇരിക്കുകയാണ്. ആ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി വന്നിട്ട് ചോദിച്ചു, എന്താ ഗൗതം, എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? നന്ദയുടെ അടുത്തേക്ക് തന്നെ അവളെ കൊണ്ടുവിടാനൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, മിണ്ടരുത്, കുഞ്ഞെഴുന്നേക്കും, ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, അവൾക്ക് വയ്യാതിരിക്കുമല്ലേ, നീ ഒരു കാര്യം ചെയ്യാ, നന്ദുമാന്റെ പനിയുടെ വല്ല സിറപ്പും മറ്റോ അവിടെ ഇരിപ്പുണ്ടോ നോക്കുക, അതുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ഗൗരിമോൾ ഉണർന്നു കഴിയുമ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള, അവൾക്ക് നല്ല പനിയുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് പിങ്കി ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാ. ഈ സമയത്ത് നന്ദുവൻ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടായാലും നിൽക്കാം, കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഗൗരിമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാ എന്നൊക്കെ പറയാണ്. നന്ദുമോന് സന്തോഷമായി. ആ സമയം ലക്ഷ്മിയും മോഹിനിയും അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേശ്വരൻ പറഞ്ഞു, എന്നാലും ഇത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ എന്തിനാ പോയി ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നിരിക്കാം? ലക്ഷ്മി പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ നന്ദയുടെ അടുത്ത് നിൽക്കേണ്ടതല്ലേ? മിക്കവാറും നന്ദയുടെ ട്രാപ്പായിരിക്കും, നന്ദയായിരിക്കും അവളുടെ മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്വത്തും പണമൊക്കെ കൈക്കലാക്കാനായിരിക്കും അത്. ആ സമയം മോഹിനിയും പറയാണ്. മഹേശൻ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവളാണോ നന്ദ? ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം. പിന്നെ മഹേശ്വരേട്ടന് ഇത് പറയാം, പക്ഷെ നന്ദയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ മോഹിനി പറയാണ്. ഈ സമയത്ത് പുറത്ത് വനിതാ പോലീസും അല്ലാതെ പോലീസുകാരും ഉൾപ്പെടെ കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പത്തേനും അതിലൊരു പോലീസുകാരൻ്റെ ഫോണിലേക്ക് കോള് വരുവാണ്. കോള് വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളത് ഗൗതം സാറിന്റെ വീട്ടിലാണ്, ഇവിടെ ഏതൊരു സ്ത്രീ വരുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് സാർ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം. എന്നാൽ ശരി, ആയിക്കോട്ടെ എന്നൊക്കെ അപ്പം ഞങ്ങൾ കോള് കട്ട് ചെയ്യണം. ആ സമയത്താണ് നന്ദയുടെ വരവ്. നന്ദ അങ്ങോട്ടേക്ക് വരുവാണ്. നന്ദ ഗേറ്റൊക്കെ തുറന്നു കടന്നു വന്നപ്പോഴത്തേനും അയാൾ ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കണം. എനിക്ക് അകത്തേക്ക് പോകണമെന്ന് പറയണം. അകത്തേക്ക് പോകണമെന്ന് പറ്റില്ല, ഇപ്പൊ ആരാ അകത്തേക്ക് കയറ്റിവിടല്ലെന്ന് ഗൗതം സാറിന്റെ ഓർഡർ ഉണ്ടെന്ന് പറയണം. ഗൗതം സാറിന്റെ ഓർഡർ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാനായിട്ടാ വന്നേ, എന്റെ മോളെ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ എന്ന് പറയണം. അതെ, നിങ്ങളുടെ മോനോ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ ഞങ്ങൾ പാലിച്ചേ മതിയാവുള്ളൂ, നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ലെന്ന് പറയാം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആ വനിതാ പോലീസുകാർ പറഞ്ഞു, പറ്റില്ല മാഡം, ഇപ്പൊ നിങ്ങളെ അകത്തേക്ക് വിടാൻ പറ്റില്ലെന്ന് പറയാം. ഓഹോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കളെ ആരെയെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പോലീസും പട്ടാളം വന്നിട്ടാണ് നിങ്ങൾ മാറി നിൽക്കുമോ? ഇല്ലല്ലോ, മോൾക്ക് വേണ്ടി അല്ലെങ്കിൽ മോന് വേണ്ടി നിങ്ങൾ പോരാടത്തല്ലേ ഉള്ളൂ. ഞാനൊരു പെറ്റമ്മയാണ്, എന്റെ മോളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്റെ മോളെ കൊണ്ടല്ലാതെ ഞാൻ വീണ്ടും പടി കിടക്കില്ല എന്ന് പറയാണ്. അത് കേട്ടത് ആ കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ, മര്യാദയാണ് മര്യാദ, നിങ്ങൾ പോകുന്നതായിരിക്കും നിൽക്കും ബുദ്ധി എന്ന് പറയാണ്. പോകാനോ, എന്റെ മോളില്ലാതെയാ, അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദ അവിടെ നിന്ന് മോളെ ഗൗരിന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഈ വിളിയാച്ച അകത്തെല്ലാരും കേട്ടു. ലക്ഷ്മി പറഞ്ഞു, ദൈവമേ, അവള് വന്നെന്ന് തോന്നുന്നു ആ നന്ദ. ആ സമയം ഗോത്രടുത്ത് നന്ദ പറഞ്ഞു, അത് ഡോക്ടറാൻ്റെ ശബ്ദമല്ലേ, ഡോക്ടറാൻ്റെ ഗൗരിനെ അന്വേഷിച്ച് വന്നാന്ന് തോന്നേ, ഞാനും കൂടി ചെല്ലാന്ന് പറയാ. വേണ്ട മോനെ, ഗൗരിയുടെ അടുത്തിരുന്നു, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ഗൗരിയുടെ അടുത്താക്കിയിട്ട് ഗൗതം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് പുറത്തേക്ക് ലക്ഷ്മിയമ്മ അവരെല്ലാം ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ അവിടെ പ്രശ്നം എന്ന് പറയണം. എനിക്കെൻ്റെ മോളെ വേണം, ഞാൻ എൻ്റെ മോളെ കൊണ്ടുവരാൻ വന്നേന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, നന്ദ നീ അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, എന്തിനാ അകത്തേക്ക് വിളിക്കണമെന്ന് ചോദിക്കുക. നന്ദ നമ്മുടെ ഗസ്റ്റ് അല്ലേ, ആൾ അകത്തിരുന്ന് വേണ്ടി സംസാരിക്കാന്. ഗസ്റ്റോ, എവിടുത്തെ ഗസ്റ്റ്? മര്യാദയ്ക്ക് കടന്നു പോക്കണം ഇവിടുന്ന്, ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോക്കണം, ഓരോ നാടകങ്ങൾ കളിക്കാൻ വന്നിരിക്കുന്നു. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ല ചെറിയമ്മയെന്ന് പറയണം. പിന്നെ അങ്ങനെ പറയണം, ഇവളുടെ കയ്യിൽ പത്രം നല്ലതല്ലേ, ഇപ്പൊ ഇവിടെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, മര്യാദയ്ക്ക് ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോകാൻ പറ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, നന്ദയെ വരാൻ പറയാണ്. നന്ദ പറഞ്ഞു, കണ്ടില്ലേ എന്നെ ഇവർ തടഞ്ഞിരിക്കുന്നേ, എന്നെ ഇവർ തടഞ്ഞു വെച്ചിരിക്കുക, ഞാനിവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഗോതം സാറിന് അറിയാം, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുക എന്നൊക്കെ പറയാണ്. ഇങ്ങനെ ഒച്ചപ്പാടും വെള്ളം വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗോതം അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഗോതം വന്നിട്ട് എന്താ അവിടെ നിന്ന് ചോദിക്കണം. ഈ സമയത്ത് പോലീസുകാരോട് ഈ സ്ത്രീ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചെന്ന് പറയണം. ഗോതം പെട്ടെന്ന് പറഞ്ഞു, നന്ദേ, നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ, അല്ല നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറയണം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം, വെറുതെ പേടിപ്പിക്കല്ലേ ഗോതം സാറെന്ന് പറയാ. ഞാൻ പേടിപ്പിച്ചൊന്നുമല്ല, ഉള്ള സത്യമേ പറഞ്ഞത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം, അല്ല നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയാ. എന്ത് തീരുമാനം? ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ മോളെയും കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദ വാശി പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, നിന്റെ മോളോ? പിന്നെ എന്റെ മോളല്ലാതെ പിന്നെ എങ്ങനെയാവുമെന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ മോളല്ല, എന്റെ മോളാന്ന് പറയാണ്. എന്റെ നിന്റെ കൂടെ മോളാന്ന് പറയാ. ഇത് കേട്ടതും പിങ്കി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിങ്കിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. പിങ്കി മാത്രമല്ല, ലക്ഷ്മിയമ്മയ്ക്ക് ഒരു നിമിഷം പരസ്പരം നോക്കുകയാണ്. അവർക്കൊന്നും കാര്യത്തിന്റെ ഗൗരവം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ആ സമയത്ത്
നന്ദ പറഞ്ഞു, നിങ്ങളുടെ മോളല്ല, അതെന്റെ മോളാന്ന് പറയണ. പെട്ടെന്ന് ഗൗതം പോലീസുകാരോട് പറഞ്ഞു, എന്ത് നോക്കിക്കുക, ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയാണ്, ഇവള് പുറത്തിറങ്ങണ്ട, അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയണ. ഇത് കേട്ടിരുന്ന് നന്ദ പറഞ്ഞു, ദേ ഗൗതം, നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വൃത്തിയായിട്ട് പരിപാടിയാണ് കാണിക്കുന്നത്. എൻ്റെ ഈ മോളെ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. എൻ്റെ മോൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാന്ന് പറയണം. പിന്നീട് ആ എസ് ഐ എടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ തലയിൽ തൊപ്പി കാണത്തില്ല, അറിയാലോ. ഒരു തെറ്റും ചെയ്യാതെ ആയിരിക്കും നിങ്ങളെന്നെ പിടിച്ചോണ്ട് പോകാനിട്ട് പോകുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ മേലുദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ടല്ലേ മതിയാവുള്ളൂ മാഡം, അതുകൊണ്ട് വരാൻ പറഞ്ഞ് കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. നന്ദ അവിടെ കിടന്ന് കുതിറി, എനിക്ക് എൻ്റെ മോളെ വേണം, ഞാൻ എൻ്റെ മോളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുവാണ്. പക്ഷെ നന്ദ അവരെ കൊണ്ട് ബലമായിട്ട് പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോണ സമയത്ത് മോളെ ഗൗരിന്ന് പിടിച്ച് അലമുറയിട്ട് കരയുവായിരുന്നു നന്ദ. പിങ്കിക്കൊന്നും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. പിങ്കി വനത്തെ വിഷമായിപ്പോയി. അങ്ങനെ ഗൗതം അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേനും അരുന്ധതി ചോദിച്ചു, നിൽക്കണ അവിടെയെന്ന് പറയണം. എന്താ? അല്ല, നീ എന്തോ പരിപാടി അവിടെ കാണിക്കണമെന്ന് നിൽക്കും. എന്ത് പരിപാടിയാ വല്യമ്മേ? നീ എന്തിനാ പെണ്ണിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അതിനെ എൻ്റെ തലയോട് പറഞ്ഞു വിടാൻ മേലേന്ന് ചോദിക്കും. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറയണം. എന്താ? അവിടെ എൻ്റെ മോളാന്ന് പറയാ. ഇതേ ഗൗതം ഒരുമാതിരി വൃത്തിയായിട്ട് വർത്താനം പറയാനുണ്ടല്ലോ എന്ന് ലക്ഷ്മി പറയാണ്. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ പറയണേ? ഓ, അവള് മിക്കവാറും പറഞ്ഞു കാണുമായിരിക്കും നിന്റെ മോളാന്നുള്ള കാര്യം. അത് പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് വിശ്വസിച്ചില്ലേ? നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട മഹേഷൻ പറഞ്ഞു, നീ ഒന്ന് നിർത്ത്. അവൻ്റെതായ കാരണങ്ങൾ കാണും പറയാനായിട്ട്. കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പരിണിതി പറഞ്ഞു, എന്ത് കാരണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവളെ ഒരു കാരണവശാലും ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. എവിടെയാന്ന് വെച്ചാൽ കൊണ്ടേ വിട്ടണം, അല്ലെങ്കിൽ അവളുടെ തള്ളയ്ക്ക് എന്നെ കൊടുത്തോണമെന്ന് പറയണം. ഇത് കേട്ടാ ഗൗതം പറഞ്ഞു, ഇല്ല ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാം. അതിന് കാരണം എന്താ ഗൗതം? അവൾ എൻ്റെ മകളായതുകൊണ്ടെന്ന് പറയണം. പിങ്കിയൊക്കെ അവിടെ മുമ്പേ ആ വാശിപ്പുറത്ത് പറഞ്ഞെന്ന് ഓർത്തെ, പക്ഷെ ഇപ്പൊ അത് സത്യമാണെന്ന് മനസ്സിലാവണം. നിന്റെ മോളോ? അതെങ്ങനെ ശരിയാവൂടാ? പെട്ടെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു, അവൾ ഇവിടുന്ന് പോയതിന് ശേഷം നീ അവളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ചോദിക്കും. ഇല്ല, പിന്നെ എങ്ങനെയാണ് അവള് നിന്റെ മോളാന്നേ? അത് നന്ദ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവള് ഗർഭിണിയായിരുന്നു. അതിനുശേഷമാണ് നന്ദ പ്രസവിക്കണേന്ന് പറയാണ്. ഇത് കേട്ട തടയിലൊരു ഇരുത്തി വീണ പോലെ ലക്ഷ്മി നിൽക്കുകയാണ്. ലക്ഷ്മി പറഞ്ഞ, സത്യമാണോ പോലെ നീ പറയണമെന്ന് നിൽക്കും. അതേന്ന് പറയാണ്. ദൈവമേ, ഇന്ത്യവരത്തിലൊരു കുഞ്ഞ്, അതും സ്വന്തം ചോരയിലൊരു കുഞ്ഞ് പറക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന അവസാനം അതെ അതും വന്നെത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ പിങ്കി ആകെപ്പാടെ എന്ത് മറുപടി പറഞ്ഞെന്ന് അറിയത്തില്ലാത്ത പിങ്കി നിൽക്കുക. പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയൊന്നും പിങ്കി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലോ. ആ സമയം അരുന്ധതി പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയില്ലേ ഗൗതം, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? അന്ന് പിന്നെ എന്താണ് ഇത്രയും കാലമായിട്ട് അവളിങ്ങോട്ട് വരായിരുന്നേന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അറിയാലോ നന്ദ വരായിരുന്നു ഇതിന് വ്യക്തമായ കാരണമുണ്ട്. അന്ന് മോനെ കൊണ്ട് ഇറങ്ങി പോണ സമയത്ത് പിങ്കി ഇവിടെ ഉണ്ടായിരുന്നു. പിങ്കി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം അവൾ ഇങ്ങോട്ടേക്ക് വരായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു കുടുംബജീവിതം നയിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടും അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അരുന്ധതി പറഞ്ഞു, നീ പറയുന്ന കഥകളൊക്കെ ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേന്ന് ചോദിക്കുക. വിശ്വസിക്കാതെ ഇന്ന് അതിന് നൂതന മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല, അവളൊരു ഡോക്ടറാ, ഞാൻ അറിയാലോ, ഒരു പോലീസുകാരനല്ലേ. അവൾ എൻ്റെ മോളാന്ന് തെളിയിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിഞ്ഞപ്പോൾ അരുന്ധതി തല താണു. എന്നാലും ഗൗതം ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുക. എങ്ങനെ ശരിയാവുന്നോ? ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ വല്യമ്മ ഒന്ന് ഓർത്ത് നോക്കിയേ. എൻ്റെ ചോരയാണ്. ഇത്രയും കാലം അവളെ അവിടെ കൊണ്ടുവച്ച് നോക്കിക്കൊണ്ടു. പക്ഷെ എനിക്ക് എൻ്റെ മോളെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ മോള് വേണ്ടി ജീവൻ കളയാൻ വേണ്ടി ഞാനിപ്പോൾ തയ്യാറായിട്ടാണ് നടക്കണേ എന്നൊക്കെ ഗൗതം പറയണം. ഇതും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥയെ പെട്ടുപോയി പിങ്കി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് അരുൺ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അരുണിൻ്റെ അടുത്തേക്ക് മോഹിനിയും പവിത്രയും കൂടെ വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുണിനോട് പറഞ്ഞു, എടാ അരുണെ, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. കാര്യങ്ങൾക്കൊക്കെ എത്രയും പെടുത്തൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണം. എന്ത് തീരുമാനം? അല്ല, നിനക്കറിയാലോ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന്. എന്തേ ഗൗതം ആ പെണ്ണെ പോയി വിളിച്ചോണ്ട് വന്നിരിക്കുക. അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? എടാ, അവളെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഒരു ഷെയർ അവൾക്കൂടെ പോകത്തില്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? ദേ പവിത്രയുടെ വയറ്റി വളർന്ന കുഞ്ഞാ ഈ ഇന്ത്യവരത്തിന്റെ അവകാശി, ഇന്ത്യവരത്തിന്റെ പേരക്കുഞ്ഞ്. ഇനിയിപ്പോൾ അത് മാറ്റാൻ ആരെക്കൊണ്ടും പറ്റത്തില്ലെന്ന് പറയണേ. ഇത് കേട്ട കാര്യം പറഞ്ഞു, അത് വയറ്റിൽ കിടക്കുന്നല്ലേ ഉള്ളൂ, പുറത്ത് വന്നില്ലോ. എടാ, പുറത്ത് വരാതിരിക്കില്ലോ, പുറത്ത് വരട്ടെ. ആ സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയാം. അരുൺ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം. ഇത് കേട്ട മോഹിനി പറഞ്ഞു, അല്ലേ നിന്നെ കൊണ്ട് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, എന്തിനും പറ്റുമോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും കാര്യം പറഞ്ഞ നല്ല കാര്യം പറഞ്ഞാൽ അവന് ചെയ്യാനായിട്ട് മടിയാ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചേരണേ. പാത്രയുടെ വയറ്റി വളർന്ന കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം. അത് പുറത്ത് പുറത്ത് വന്നു കഴിയുമ്പോൾ ഈ ഇന്ത്യവരത്തിന്റെ അവകാശി അവനായിരിക്കണമെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഉറപ്പിക്കാൻ വരട്ടെ അമ്മേ, അവനാണോ അവളാണോന്നും അറിയത്തില്ല, ദൈവത്തിന്റെ കയ്യിലേ. പിന്നെ അമ്മ എന്തിനാ ഇത്ര സന്തോഷിക്കണേ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ട. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.